ശ്യാം, അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ഷുഹൈബിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഷുഹൈബ് പറഞ്ഞിട്ടുള്ള ഇതിനു പിന്നിൽ ചില ഗൂഢാലോചനകൾ എന്നൊക്കെ പറയുമ്പോൾ അതുകൂടി കോടതി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? അന്വേഷണ പരിധിയിൽ എല്ലാം വരണമെന്ന് കോടതി പറഞ്ഞിട്ടില്ലേ? റോഷിനി, അങ്ങനെ തന്നെയാണ്. ഇത് ഇക്കാര്യത്തിൽ സമഗ്രമായ രീതിയിലൊരു അന്വേഷണം നടത്തണം. ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് ക്രൈംബ്രാഞ്ചിനാണ് ആ രീതിയിലുള്ള അന്വേഷണം നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിദഗ്ധ അഭിപ്രായം പറയാൻ കോടതി ആളല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘമാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തേണ്ടത് അനിവാര്യമായ നടപടിയാണ് എന്ന കാര്യവും കൂടി അന്വേഷണ സംഘത്തിന് നൽകിയ നിർദ്ദേശത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. MS സൊല്യൂഷൻ CEO ഷുഹൈബ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയാനാവില്ല എന്നാണ് ഹൈക്കോടതി മറ്റൊരു ഘട്ടത്തിൽ നിരീക്ഷിക്കുന്നത്. ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പ്രഥമ ദൃഷ്ട്യാ കാരണങ്ങളുണ്ട് എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നു. മുൻകൂർ ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശമാകും എന്ന കാര്യവും കൂടിയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്നത്. അതിനൊപ്പമാണ് ഹൈക്കോടതി വിദ്യാഭ്യാസ വകുപ്പിനോട് ചില കാര്യങ്ങൾ പറയുന്നത്. പരീക്ഷയുടെ പവിത്രതയടക്കം സംരക്ഷിക്കണം, അത് നഷ്ടപ്പെടാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. പരീക്ഷാ നടത്തിപ്പ് ന്യായവും സുതാര്യവുമായിരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഇതിൽ വിദ്യാർത്ഥികൾ എടുക്കുന്ന എഫേർട്ടിനെ സംബന്ധിച്ച് ഒരു പരീക്ഷയ്ക്ക് മുന്നോടിയായി അവരുടെ തയ്യാറെടുപ്പിനെ സംബന്ധിച്ച് കൂടി കോടതി ഈ ഉത്തരവിൽ ആദ്യമേ തന്നെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു പരീക്ഷ മുന്നിൽ വരുമ്പോൾ തന്നെ അക്കാര്യത്തിൽ അവർ വലിയ എഫേർട്ട് എടുത്തിട്ടാണ് ദിവസങ്ങളോളം രാപ്പകൽ അവരിരുന്ന് പഠിക്കുന്നത്. അതിനുശേഷം പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുന്നത്. പരീക്ഷാ ഹാളിൽ ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അവരുടെ ചെറിയ സ്ട്രെസ്സിലായിരിക്കും. ഉത്തരക്കടലാസ് കയ്യിൽ ലഭിക്കുന്നത് വരെയും അവർ ഒരു സമ്മർദ്ദത്തിലായിരിക്കും. അതിനുശേഷം ആ ഉത്തരക്കടലാസ് അങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ അവർ പഠിച്ചു വന്ന ആളുകൾ നന്നായി പരീക്ഷ എഴുതി മുന്നോട്ട് പോകുമ്പോഴാണ് അതിനപ്പുറത്തേക്ക് ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയ ആളുകൾ കൂടി അവർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അത് അനീതിയാണ്. അത്തരം നടപടികൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ചോദ്യപേപ്പർ ചോർച്ച സംഭവിക്കരുത് എന്ന കാര്യം, അത് അല്ലെങ്കിൽ പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെടരുത് എന്ന് ഹൈക്കോടതി സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതട്ടെ. അങ്ങനെ പരീക്ഷാ ഹാളിൽ ചോദ്യക്കടലാസുകൾ കണ്ട് വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായ രോമാഞ്ചമുണ്ടാകട്ടെ എന്നാണ് ഹൈക്കോടതി തന്നെ ആ ഉത്തരവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വരിയിലടക്കം വ്യക്തമാക്കുന്നത്. അതായത് ഈ ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ അത് ഒരു വിദ്യാർത്ഥിക്കൊപ്പം ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിക്കൊപ്പം എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ അനുസൃതമായൊരു നിലപാടാണ് എടുക്കുന്നത്. ഒപ്പം വിദ്യാഭ്യാസ വകുപ്പിനോട് ചില കാര്യങ്ങൾ കൂടി ഹൈക്കോടതി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിന്റെ ഗൗരവമടക്കം ഹൈക്കോടതി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. കോടതി പറഞ്ഞതിൽ കാര്യമുണ്ട്. പവിത്രതയോടെ നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പരീക്ഷകൾ. അതിന്റെ വിശ്വാസ്യത, സുതാര്യത ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടതാണ്. അതൊന്നും നഷ്ടപ്പെടരുത്. കാരണം ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പരീക്ഷകളാണ്. ഇത് കഴിഞ്ഞാലാണ് അവർ എന്ത് സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം, അത് ശേഷം എന്ത് ഉന്നത പഠനം നടത്തണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ നേരത്തെ കിട്ടിയ ചോദ്യങ്ങളുമായി പരീക്ഷ എഴുതി A ഗ്രേഡുകൾ വാങ്ങിക്കൂട്ടി കുട്ടികൾ നിൽക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്ത കുട്ടികൾ പിന്തള്ളപ്പെടും അവിടെ. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കോടതി ചൂണ്ടിക്കാട്ടുകയും